ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ വൃത്തി എന്ന് പറഞ്ഞ. അപ്പോൾ വൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ വീടിൻ്റെ അല്ലെങ്കിൽ വീടും പരിസരത്തിൻ്റെയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായമുണ്ട്, വീട്ടമ്മ നന്നായാൽ വീട് നന്നായി എന്ന്. വീട്ടമ്മ നന്നായാൽ വീട് നന്നായി. പക്ഷെ വീട്ടമ്മ മാത്രം വിചാരിച്ചത് കൊണ്ട് മാത്രമായില്ല വീട് നന്നാവാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെങ്കിൽ ആ അംഗങ്ങളെല്ലാം കൂടിയാൽ അല്ലെങ്കിൽ സഹകരിച്ചാൽ അല്ലെങ്കിൽ അവരും കൂടി ഉത്സാഹിച്ചാൽ മാത്രമാണ് ഒരു വീട് വൃത്തിയായിട്ടും ചിട്ടയായിട്ടും കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടമ്മ ചിലപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രായം ഒന്നാവണ്ടാല ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ വരാനായിട്ട് പലവിധ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളെ കൊണ്ടാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അവർക്ക് പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ചിലപ്പോൾ കണ്ണടച്ച് വിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെയുള്ളവർ കൂടി ഉത്സാഹിച്ചാലാണ് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വീട്ടമ്മ നല്ലതല്ല നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ വീട്ടമ്മയുടെ ബുദ്ധിമുട്ട് ആ വീട്ടമ്മയ്ക്കേ അറിയുള്ളൂ. കാരണം അസുഖങ്ങളെ കൊണ്ട് ഒന്നെങ്കിൽ ചിലപ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുനിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അടിച്ചു വാരാൻ പറ്റാതിരിക്കുക. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നോക്കുക, വീട്ടുകാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ സമയം എത്താതിരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ എടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടമ്മ ചിലപ്പോൾ പല കാര്യങ്ങളും കണ്ണടച്ചാലും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ചെയ്യാതിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളാണ് അല്ലേ. നമ്മൾ വൃത്തിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വീട് വൃത്തിയാവണം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലമാണ് വൃത്തിയും വെടുപ്പൊക്കെ നമുക്ക് പറയുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഓരോരുത്തർക്കേ അറിയുള്ളൂ അല്ലേ. പിന്നെ ഇനി ആ വീട്ടമ്മ ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടുപണികളായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ട ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, വീട് ക്ലീനിങ് ആയിക്കോട്ടെ, എല്ലാം അവർ ചെയ്യും. പക്ഷെ അവർ ചെയ്തതിൻ്റെ പിന്നാലെ ഇനി ഞാൻ ചുരുക്കനെ ഒരു കാര്യം പറയാം. മക്കൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂമാണെന്ന് വിചാരിക്കൂ. അപ്പം മക്കളും അതുപോലെ തന്നെ പെരുമാറണം. എങ്ങനെ വേണം? അവർ അഴിച്ചിടുന്ന ഡ്രസ്സുകൾ ഒന്നുകിൽ നമ്മൾ തുണികൾ കഴുകാനുള്ളൊരു കൊട്ട നമ്മൾ റൂമിൽ വെക്കുക, അതിലിടുക, അല്ലെങ്കിൽ ഒരു ഹാങ്കറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിടുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം വൃത്തിയായിട്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചില റൂമുകളിലേക്ക് ഒന്ന് ചെന്ന് നോക്കി നോക്കും. നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്ന സമ്പ്രദായങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പങ്കുവെക്കുന്നത് കേട്ടോ. ഇന്നർ ഊരിയിട്ട് കട്ടിൻ്റെ അടിയിലേക്ക് ഇട്ടുണ്ടാവും. ഇപ്പൊക്കെ പിന്നെ ബർമൂഡ പോലത്തെ ഡ്രസ്സുകളാണല്ലോ അല്ലേ. അത് ഊരിയിട്ട് ചിലപ്പോൾ ഒരു മൂലക്കിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. അത് അവർ ഊരുന്നതനുസരിച്ചുകൊണ്ട് എറിയാണ്. അപ്പോൾ ഞാനത് പറയുമ്പോൾ അനുഭവങ്ങളുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ബർമൂഡയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഊരി എറിഞ്ഞു. ഇപ്പോൾ ഈ ട്രൗസർ പോലത്തെ ഒക്കെ ഇടല്ലേ. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതങ്ങോട്ട് ഊരി ഒരു മൂലക്കിലേക്ക് എറിഞ്ഞു. ഷർട്ട് ഊരി അല്ലെങ്കിൽ ടീഷർട്ട് ഊരിയിട്ട് വേറൊരുത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ ആ റൂം കാണുമ്പോൾ തന്നെ ആകെ അലങ്കോല അല്ലേ. പിന്നെ ഒരു സാധനം എടുത്തോടത്ത് വെക്കില്ല. അതുപോലെ ഇപ്പോൾ റൂമിലിരുന്നിട്ട് ഇപ്പോൾ ഐ ടി യുഗമാണ്. അപ്പോൾ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ റൂമിൽ മൊബൈൽ നോക്കിയിരിക്കുന്നവരായിരിക്കാം. അപ്പം മൊബൈൽ എടുക്കുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചു അല്ലെങ്കിൽ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് അത് അവിടേക്ക് ഇട്ടു, ഇത് ഇവിടേക്ക് ഇട്ടു, മൊബൈൽ അങ്ങോട്ട് ഇട്ടു, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തത് അങ്ങനെ ഇട്ടു, ഒരു പേൻ എടുത്തത് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ആ റൂം ആകെ അലങ്കോലായി. അപ്പോൾ ഈ അമ്മ ചെന്നിട്ട് ഇതെല്ലാം ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. ഒതുക്കി വെച്ച് കൊടുത്തു, കഴുകാനുള്ള തുണികളൊക്കെ എടുത്ത് കൊണ്ടുപോയി. വീണ്ടും നമ്മൾ ചെന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ ഈ അമ്മയ്ക്ക് എപ്പോഴും ഇതിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഭാര്യമാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആൺമക്കളെ പോലെ തന്നെ അല്ലെങ്കിൽ ഈ മടിയന്മാരായ ഈ മക്കളെ പോലെ തന്നെ മടിച്ചുകളായ പെൺകുട്ടികളാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നേച്ചാൽ അപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. കാരണം ആൺകുട്ടി ഓരോ ഭാഗത്ത് ഡ്രസ്സ് എടുത്ത് വലിച്ചെറിയണ പോലെ തന്നെ ഈ പെൺകുട്ടിയും വിട്ട് വെക്കുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് വേണ്ട, എടുത്തോടത്ത് സാധനങ്ങൾ വെക്കാൻ വശമില്ലാത്ത സ്വഭാവമാണ് വെച്ചാൽ അപ്പോഴും ഇതൊക്കെ തന്നെ. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും യോജിപ്പായി. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇരട്ടി പണിയായില്ലേ. അപ്പോൾ നേരെ തിരിച്ച് എല്ലാം ബാക്കി ഭാഗങ്ങളൊന്നും ക്ലീൻ ആക്കിയില്ലെങ്കിലും അവനവൻ്റെ റൂമെങ്കിലും ക്ലീൻ ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വലിച്ച് വാരിടുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിമ്മിഷ്ടം അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു പെൺകുട്ടി വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ആരൊക്കെ എങ്ങനെ എന്താ വരിക നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അടുക്കളയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഏരിയയിലാണെങ്കിലും നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങളും എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കണം. അങ്ങനെ തന്നെ വെച്ചാൽ തന്നെയാണ് പിന്നീട് നമുക്ക് നോക്കുമ്പോൾ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത സാധനം വെച്ച സ്ഥലത്ത് നമ്മൾ ഓരോന്നും വെക്കുമ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനം അല്ലേ, നമ്മൾ ഓരോന്നിങ്ങനെ വെക്കുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ വെക്കുന്ന ആ ഒരു സ്വഭാവത്തിലല്ലാതെ അതെടുത്താൽ വേറൊരിടത്തേക്ക് വെച്ചു, അല്ലെങ്കിൽ അതെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു, എണ്ണ എടുത്ത് കുപ്പി അടയ്ക്കാതെ വെച്ചു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. എല്ലാം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ നടക്കാനായിട്ട് പറ്റും. അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, അങ്ങനെ വെച്ചോളൂ, ഇങ്ങനെ വെച്ചോളൂ, അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കാരണം അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കാന്നല്ല, അവരോട് കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അവരോട് കാര്യങ്ങൾ പറയാതെ നമ്മൾ പെരുമാറി പോവുകച്ചാൽ അവർക്ക് കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും അടച്ച് ഞാൻ പറയണില്ല, അങ്ങനെ അല്ലാത്ത കുട്ടികളും ഉണ്ട്, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടമ്മ നേരെ ആയതുകൊണ്ട് മാത്രം വീട് നന്നാവില്ല, വീട്ടിലുള്ള മറ്റുള്ളവരും കൂടി സഹകരിച്ചാൽ മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബാത്റൂം ആയിക്കോട്ടെ, അടുക്കള ആയിക്കോട്ടെ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഒരു നേരം എല്ലാം ഇപ്പോൾ അമ്മ ചെയ്യുന്ന എല്ലാ ദിവസങ്ങളിലും അമ്മ ചെയ്യുണ്ടായിരിക്കാം. പക്ഷെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ശേഷമാണ് ഈ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ അമ്മ എന്ത് ചിന്തിക്കും, അവരുടെ കഴിഞ്ഞിട്ടല്ലേ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിയട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ ആരും വീട്ടിൽ കഴിക്കാനില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആരാ? അവസാനം കഴിക്കുന്ന ഈ കുട്ടികളാണ് അല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ മകൻ രണ്ട് കൂട്ടരും കൂടി സഹകരിച്ച് ചെയ്തോട്ടെ, മകൻ ചെയ്തില്ലെങ്കിലും മരുമകൾക്കും ചിന്തിക്കാം അല്ലേ. ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന മരുമക്കളൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ജോലിയുള്ളവരാച്ചാൽ പിന്നെ നമ്മളങ്ങനെ പറയണില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും, ജോലികളും കാര്യങ്ങളും നമുക്കറിയാം. നമ്മളും ജോലിക്ക് പോയിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുള്ളതല്ലെങ്കിലും നമുക്കും കാര്യങ്ങൾ അറിയാലോ, മനസ്സിലാക്കാമല്ലോ. എന്നാലും അവരൊറ്റയ്ക്ക് ജീവിക്കാച്ചാൽ ഇതൊക്കെ ചെയ്യണ്ടേ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ കറികളൊക്കെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മേശപ്പുറത്തുനിന്ന് നമ്മൾ കറികളൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അതുപോലെ മേശയൊക്കെ ഒന്ന് തുടച്ചിടാം അല്ലേ. അപ്പം ഇനി അതിന് ഈ അമ്മ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, വീട്ടമ്മമാർ നന്നായാൽ മാത്രമേ ഒരു വീട് നന്നാവുള്ളൂ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. വീട്ടമ്മ മാത്രമല്ല, ബാക്കിയുള്ളവരും കൂടി സഹകരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി കറികളുടെ കാര്യം അങ്ങനെ. അതുപോലെ പാത്രങ്ങൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു സ്പൂണോ ഒരു ഡവറയോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞങ്ങൾ ഡവറ എന്ന് പറയും, നിങ്ങൾ എന്താ പറയുക എനിക്കറിയാം, ഇനി ബൗൾ എന്തായാലും നമ്മൾ ഓരോന്നും എടുത്തു. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് നമ്മൾ കറികൾ എടുത്തു അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു സ്പൂണും ബൗളല്ലോ, നമ്മളത് അപ്പം കഴുകി വെക്കും അല്ലേ. ഇനി അത് അവിടെ ഇടണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ ഇന്ന് കാണുന്ന മിക്കവരും അങ്ങനെയല്ല ചെയ്യാറ്. ഒരു സ്പൂൺ എടുത്ത് അവിടെ കൊണ്ടുപോയിട്ടു, ഒരു ഗ്ലാസ് എടുത്ത് അതവിടെ കൊണ്ടുപോയിട്ടു, ആ സിങ്കിൽ കൊണ്ടുപോയിടും, ഒരു ബൗൾ എടുത്ത് അതവിടെ കൊണ്ടുപോയിട്ടു. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ കൂട്ടം കൂടി വരികയാണ്. നമ്മളത് കൈയോടക്കനെ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി അരിയാനായിട്ടൊരു പാത്രം എടുക്കും, അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ നാളികേരം ചിരകിയെടുക്കാനായിട്ട് എടുക്കും, മിക്സിയുടെ ജാർ എടുക്കും. ഇതാണല്ലോ ഒരു കറി വെക്കുമ്പോൾ അത്രയല്ല ആവശ്യം വേണ്ടി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പച്ചക്കറി അരിഞ്ഞതും അതുപോലെ നമ്മൾ നാളികേരം അരച്ച മിക്സിയുടെ ജാറും ഇതൊക്കെ നമ്മൾ കൈയോടക്കനെ അപ്പം തന്നെ കഴുകി വെക്കും. അപ്പം ചിലപ്പോൾ അടുക്കളയുടെ അടുത്തുള്ള സിങ്കിൽ നമ്മൾ കഴുകി വെക്കും. ഇല്ല വർക്ക് ഏരിയയിലുള്ള സിങ്കിലാണ് നമ്മൾ പാത്രം കഴുകണമെന്ന് വെച്ചാൽ ആ കൂട്ടാൻ തിളയ്ക്കുമ്പോഴത്തേനും നമ്മളത് കഴുകി വെച്ച് നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ. പാത്രങ്ങളും കഴുകി കഴിഞ്ഞു, നമ്മുടെ കറിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനൊരു മടിയത്രം വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ അലസത അല്ലെങ്കിൽ മടി വിചാരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ഒരു കൂടുതൽ പണിയായിട്ട് തോന്നുക അല്ലേ. നമ്മൾ പണിയെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ്, നമ്മൾ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ഇതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പണിയായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരത് കഴിക്കുന്ന സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തൊരു ചോറും കൂട്ടാനും വെച്ചു, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ അവന് വേണമെങ്കിൽ അവൾ ഉണ്ടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ അവൾ ഉണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിപ്പോൾ നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ പെൺമക്കളായിക്കോട്ടെ, നമ്മുടെ മരുമക്കളായിക്കോട്ടെ, ആരായാലും കേട്ടോ, ഏത് പെൺകുട്ടിയാണെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ലല്ലോ. അപ്പം നമുക്ക് അവരോടുള്ള ഇഷ്ടം നമുക്കുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നന്നായി ഭക്ഷണം കഴിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ കഴിക്കുന്ന ഒരു സന്തോഷം നമുക്കൊരു സന്തോഷം അല്ലേ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വയറ് നിറയും.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ നമ്മളും അങ്ങനെ മടി ചിന്തിച്ചിരിക്കുക വെച്ചാലോ, ഇന്നൊന്നും വേണ്ട, ഇന്നിപ്പോൾ ഒരു തറവാട്ട് പുളി ഉണ്ടാക്കാം, ആ തറവാട്ട് പുളി കൊണ്ട് അങ്ങോട്ട് കഴിക്കട്ടെ, ഉപ്പേരിയും വേണ്ട, പപ്പടും വേണ്ട, അച്ചാറും വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുക വെച്ചാൽ ചിലപ്പോൾ അവർ കഴിക്കായിരിക്കും, അവരങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക വെച്ചാൽ കഴിക്കായിരിക്കും. പക്ഷെ നമ്മളാകുമ്പോൾ നമ്മളോട് അവർ പറയായിരിക്കും. പക്ഷെ നമ്മളോട് അങ്ങനെ പറയാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു രൂപത്തുകൂടെ നമ്മൾ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് കേട്ടോ. അറിയില്ല ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്നെ സംബന്ധിച്ച കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അമ്മമാർ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ബുക്ക് വായിച്ചു അല്ലെങ്കിൽ ഒരു പേപ്പർ വായിച്ചു, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ ചിട്ടകൾ, നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുക, അല്ല കുളിക്കാതെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചായ, അപ്പോൾ അമ്മയൊക്കെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ എടുത്ത് കുടിക്കാം. അപ്പോൾ ടിഫിൻ എന്താ വേണ്ടത് നമ്മൾ ഉണ്ടാക്കണം വെച്ചാൽ അതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു പച്ചക്കറികൾ നമുക്ക് അരിഞ്ഞു കൊടുക്കാം, ഉള്ളി സബോള എന്തൊക്കെ നേരെയാക്കി കൊടുക്കാം. അതുപോലെ ഉപ്പേരിക്ക് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് അവിടെ നിന്ന് ചെയ്യേ വേണ്ടു അല്ലേ. അപ്പോൾ കൂട്ടത്തുകൂടെ നമ്മൾ കൂടി കൊടുക്കുമ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് പണിയെടുക്കൂ, ഒരാൾ വർത്തമാനം പറയല്ലേ, അതങ്ങനെ പണിയെടുത്തിട്ട് പോകുമ്പോൾ 10 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട്. ചിലപ്പോൾ 11ാമത്തെ ദിവസം ഒരു വിഷമം തോന്നും, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ചെയ്യല്ലേ എന്നുള്ളൊരു വിഷമം തോന്നും ചിലപ്പോൾ കേട്ടോ. പണിയെടുക്കാൻ സഹായിക്കാൻ ആൾ വന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമുക്ക് കൂട്ടത്തിൽ കൂടെ ഒന്ന് വർത്തമാനം പറയാം, നമ്മളോടൊന്ന് മിണ്ടിയിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് എന്തെങ്കിലും പൊതുവായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇതൊക്കെ കേൾക്കാനും നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ. നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും കൂടെ ആളുണ്ട് എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അമ്മയ്ക്കും അടുക്കളയിൽ നിന്ന് അങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോൾ അതൊരു ഒറ്റപ്പെടലായിട്ട് തോന്നില്ല. അപ്പോൾ ഒറ്റപ്പെടലായിട്ട് തോന്നുമ്പോഴാണ് എല്ലാവർക്കും അതൊരു വിഷമമായിട്ട് മാറുക. അപ്പോൾ നമുക്ക് അറിയോ അറിയില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചാൽ അറിയില്ല എന്നൊരു മറുപടിയാണ് പറയുക, അതിലെല്ലാം കഴിഞ്ഞു. പക്ഷെ അറിയോ അറിയില്ലേ അതറിയണ്ട. പിന്നെ ചിലർ പറയാം ഭക്ഷണം പാചകം ചെയ്യുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് ഓരോരുത്തരും ഭക്ഷണം പാചകം ചെയ്യുന്നത്. അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ പാചകം അറിയണ്ടായിരുന്നില്ല. കാരണം കുറച്ച് വലുതായാൽ പോലും നമുക്ക് നമ്മൾ ജോലിക്കൊക്കെ പോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കോളേജ് പഠന കാലത്താണെങ്കിൽ പോലും നമുക്ക് പാത്രത്തിൽ ചോറും കറി ആക്കി തന്നെ നമ്മളത് കഴിക്കാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് പറയുന്ന പോലെ തന്നെ സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോന്ന് ഇന്നത്തെ പോലെ യൂട്യൂബും കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്നിപ്പോൾ യൂട്യൂബും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ആ ഒരു രുചി അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടു പഠിക്കുന്നത് കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കും. ആദ്യത്തെ ചെയ്യലിന് ചിലപ്പോൾ ശരിയായിക്കോളണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്താണ് അത് ശീലങ്ങൾ വരുന്നത് അല്ലേ. പിന്നെ നമുക്കത് ഇഷ്ടമായി മാറുകയാണ്. ഇഷ്ടമായി മാറുന്നത് എങ്ങനെയാണ്, നമ്മുടെ മക്കൾക്കായിക്കോട്ടെ, നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരാ നമ്മുടെ കൂട്ടത്തിൽ വെച്ചാൽ അവർക്ക് നമ്മൾ വേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവരത് നന്നായി കഴിക്കുന്നത് കാണുമ്പോഴും അവരത് മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ആ സന്തോഷം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം കിട്ടുള്ളൂ. അല്ല മറ്റുള്ളവരെ പരിഗണിക്കാതെ ചെയ്യുന്നതെല്ലാം ബുദ്ധിമുട്ട് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സന്തോഷം കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പാചകത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടാണ്, നമ്മുടെ വയറ്റിൽ പഠിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വരണേ അല്ല. അപ്പം നമ്മൾ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹം അതൊരു നല്ലൊരു കൈപ്പുണ്യമായിട്ട് ചിലപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് അലിഞ്ഞ് എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാനായിട്ട് കഴിയാണ്. അപ്പം നമ്മൾ വേണം എന്ന് ചിന്തിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് നന്നാവുന്നത്. ഇതെന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ, എനിക്ക് വയ്യ ഉണ്ടാക്കാനായിട്ട്, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ തിന്നായിരിക്കുകയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതൊന്നും നന്നാവില്ല, നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റൂല കേട്ടോ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ അതാണ്. അപ്പോൾ പ്രജാപിത എന്ന് പറഞ്ഞ സംഘടനയാണോ എന്താ എനിക്കറിയില്ല, എന്തായാലും ഞാൻ അങ്ങനെ പറയുന്നു. അവർ ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നതുണ്ടല്ലോ, അവരുടെ കാര്യം ഞാൻ പറയുന്നത്. അവർ ഭക്ഷണം വേറെ എവിടെ നിന്നും കഴിക്കില്ല, വേറൊരു വീട്ടിൽ പോയിട്ടും കഴിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഭക്തിയോട് കൂടി, നമ്മൾ സ്നേഹത്തോടു കൂടി ഭക്ഷണം പാചകം ചെയ്ത് ഉണ്ടാക്കിയിട്ട് കൊടുത്താലാണ് അവർക്ക് കഴിക്കുള്ളൂ. അപ്പോൾ അല്ലാത്ത രീതിയിൽ ഓരോരുത്തരും മാനസികമായ പല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല ദേഷ്യം, സങ്കടം എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പാചകം ചെയ്യുക. ആ പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിലും അതാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അവർ പുറമേ നിന്ന് എവിടുന്നും ഭക്ഷണം കഴിക്കില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ വന്നാൽ പോലും അവർ നേന്ത്രപ്പഴം കൊടുത്താൽ കഴിക്കും, വേറെ ഒന്നും അവർ കഴിക്കില്ല. ചിലപ്പോൾ പാലും കുടിക്കും തോന്നുന്നു കേട്ടോ.
അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, അതുകൊണ്ട് പറയല്ല. അപ്പം അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാം അറിയോ അറിയില്ലേ എന്നുള്ളതല്ല, നമ്മൾ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി തയ്യാറാക്കുമ്പോഴാണ് അതിന് സ്വാദും അതുപോലെ തന്നെ എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാനും പറ്റുന്നത്. അപ്പം നമ്മുടെ സ്നേഹം, നമ്മുടെ മനസ്സിൻ്റെ സ്നേഹം അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത്, ആ പരിഗണന ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാനും ഇഷ്ടാവില്ല, ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ അവനവൻ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, അത് അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വീടിൻ്റെ ഓരോ സ്ഥലങ്ങളും, നമ്മുടെ ബെഡ്റൂം ആയിക്കോട്ടെ, ഹാളായിക്കോട്ടെ, സിറ്റ് ഔട്ട് ആയിക്കോട്ടെ, ഇനി അടുക്കള ആയിക്കോട്ടെ, വർക്ക് ഏരിയ ആയിക്കോട്ടെ, ഓരോ ഭാഗങ്ങളിലും നീറ്റായിട്ടും അതുപോലെ തന്നെ ക്ലീനായിട്ടും ആവണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് അതനുസരിച്ചിട്ട് ഈ അമ്മയുടെ കൂടെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ല, വീട് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, അമ്മ വൃത്തിയാക്കി വരുന്നവരുടെ കൂട്ടത്തിൽ ഇവരെല്ലാം വാരി വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ വൃത്തിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നമ്മൾ പുറത്ത് പോയി സാധനങ്ങൾ മേടിച്ച് വന്നു കഴിഞ്ഞാൽ പലരും കണ്ടിട്ടുണ്ട്, സാധനങ്ങൾ മേടിച്ച് വന്ന് ഞാൻ പറഞ്ഞു ചെരുപ്പ് ഇങ്ങനെ കാലിന്ന് എറിയണ പോലെ ഇടും ചിലവരെന്ന്. അപ്പോൾ ആ ചെരുപ്പുകൾ രണ്ട് സ്ഥലങ്ങളിലാണ് കിടക്കുക. അപ്പോൾ അവിടുന്ന് തുടങ്ങി. അത് കഴിഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒന്നെങ്കിൽ നമ്മൾ ഓട്ടോയിൽ വിളിച്ചിട്ട് സാധനങ്ങൾ മേടിച്ച് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ ഡിക്കിന്ന്, ഇപ്പം അങ്ങനെ വെച്ചാൽ കാറിൻ്റെ ഡിക്കിന്ന് ഇറക്കി സിറ്റ് ഔട്ടിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഓട്ടോന്ന് ഇറക്കിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അവരുടെ പരിപാടി. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. പിന്നെ ഈ പരിപാടി അമ്മയുടെയാണ് കേട്ടോ. കാരണം ഇത് താങ്ങി വലിച്ച് സ്റ്റോറിൽ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ അപ്പോൾ ഒതുക്കാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുത്ത് ഒതുക്കി വെക്കുന്നതൊക്കെ അമ്മയുടെ പണിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവർ സിറ്റ് ഔട്ട് കൊണ്ടുവന്ന് വയ്ക്കും, ഇല്ലെങ്കിൽ ടി വി അങ്ങനത്തെ വല്ല സ്റ്റാൻഡുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും, ഇല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു, കഴിഞ്ഞു. പിന്നെ അത് അവിടെ നിന്ന് നീങ്ങുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഭാഗം നമ്മൾ വൃത്തിയാക്കി വരുന്നത് എന്താ, ആ ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് അല്ലേ, അതായത് വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ വൃത്തിയാക്കി വരും തോറും ഓരോരോ സാധനങ്ങൾ അവർക്ക് അത് വരയ്ക്കാണ് എത്തുന്നുള്ളൂ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണില്ല. അപ്പം അവിടെ വന്നാൽ പിന്നെയും അവിടെ നിറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടമ്മയ്ക്ക് വേറെ വിഷമങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ദേഷ്യം വരും, അവിടെ കിടക്കട്ടെ അവിടെ വിചാരിക്കും. അപ്പോൾ വൃത്തിയും വെടുപ്പൊന്നും തോന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ എന്നുള്ള ചിന്തയും വരില്ല. കാരണം എന്താ വെച്ചാൽ മാനസികമായിട്ട് ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് മാനസികമായിട്ട് ഒരു വെറുപ്പ് വരികയാണ്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കും. പിന്നെ സ്റ്റോറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് ഒതുക്കിയൊക്കെ വെച്ചു കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചിലപ്പോൾ അവർക്കൊന്നും തിന്നാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനോ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒതുക്കിയ സാധനങ്ങളെല്ലാം വലിച്ച് വാരി കൊണ്ടിട്ടിട്ട് അവർക്ക് വേണ്ടതെടുത്തിട്ട് പോകുന്ന ആ ഇരുന്ന പോലെ തിരിച്ച് വെക്കില്ല. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ തുണികൾ മടക്കി കൊടുക്കും മക്കൾക്ക്, തുണികൾ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും അവരങ്ങനെ തന്നെ ചെയ്യുക. അവർക്ക് വേണ്ട ഒരു ഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് അലമാറ തുറന്നത് എടുത്തോ അത് ഒന്നിച്ചിങ്ങോട്ട് വലിച്ച് വാരി ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോവും, ഇല്ല ഇനി അത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചാണ്ട് കൂട്ടിയെടുത്തിട്ട് അലമാറയിലേക്കാണ്ട് തള്ളിക്കയറ്റും. പലരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിത് പറയുമ്പോൾ. ഓരോരുത്തർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ തള്ളി അലമാറയിലേക്ക് കയറ്റും. പിന്നെ നമ്മൾ ഒതുക്കിയതിന് വല്ല ഫലം ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി ഭാര്യമാരുള്ള നമ്മുടെ ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യമാർ അതുപോലെ ഒതുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാത്തവരാണ് ഇവരെ പോലെ തന്നെ വലിച്ചു വാരിയിടുന്ന സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അവർ രണ്ട് കൂട്ടരും മാച്ചായി പോവും. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഒരാൾക്ക് ഇത്തിരി വൃത്തി കുറഞ്ഞാലും അല്ലെങ്കിൽ അടക്കം ഒതുക്കം കുറഞ്ഞാലും മറ്റൊരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരാൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു കുടുംബം ഒത്തൊരുമയോട് കൂടിയിട്ട് ഒന്നിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരു വീട്ടമ്മ നന്നായ വീട് നന്നായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആയില്ല. കാരണം വീട്ടമ്മ നല്ലതായിരിക്കാം, വീട്ടമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, വീട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും, വീട്ടിൽ ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം കൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന്ന് മിച്ചം വെച്ച് സമ്പാദിച്ച് വരുന്ന വീട്ടമ്മയായിരിക്കാം, മക്കളെ നിയന്ത്രിച്ച് കൊണ്ട് നടന്ന് അല്ലെങ്കിൽ വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുത്ത് അവരെ നേർവഴി കൂടെ നയിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന വീട്ടമ്മയായിരിക്കാം. പക്ഷേ എല്ലാം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് മാനസികമായൊരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ തോർത്ത് അങ്ങനെ കൊടുന്നിടുക, ഈറിനോട് കൂടിയിട്ട് അങ്ങനെ കൊടുന്നിടുക, ഇന്നർ കൊടുന്നിട്ട് അങ്ങനെ ഇടുക. ഈ ചിലപ്പോൾ അച്ഛനും അതായത് ഭർത്താവും അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ, ഭർത്താവിനെ കൊണ്ടാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും ഇങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മടുപ്പ് വരും. അപ്പോൾ കട്ടിലിൻ്റെ ക്രാസിൽ കൊടുന്നിടുക. കട്ടിലിൻ്റെ ക്രാസിലൊക്കെ ചിലവർ കാണാം
ഇന്നറൊക്കെ കഴുകിയിട്ട് കട്ടിലിൻ്റെ ക്രാസിലിടും, തോർത്ത് കട്ടിലിൻ്റെ ക്രാസിലിടും. അതെന്തിനാ? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പോളിഷും കാര്യങ്ങളൊക്കെ പോയാൽ നനവ് തട്ടി ഈർപ്പം വലിച്ചെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കേടുവരും. അതുപോലെ മരത്തിൻ്റെ സെറ്റുകളായിക്കോട്ടെ അതും ഇങ്ങനെ വരും. അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡ് പോലെ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സൈഡിൽ ഒരാഴ പോലെ കെട്ടിയിട്ടാലും കൂടി കൊണ്ടുപോയിടാൻ പറ്റും അല്ലേ? അതിനൊന്ന് നടക്കണം, അല്ലെങ്കിൽ അന്ന് നമ്മൾ മെനക്കെടണം, അത്രേ ഉള്ളൂ. അതിന് പോലും മടിയായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പം അങ്ങനെയും സംഭവിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർ നന്നായ വീട് നന്നായി എന്നത് മാത്രമായില്ല. കാരണം വീട്ടമ്മ മാത്രമല്ല, ആ വീട്ടിലെ വീട്ടച്ഛനും അതുപോലെ തന്നെ മക്കളും ഒക്കെ ശ്രദ്ധിക്കണം. മക്കളായിക്കോട്ടെ, പെൺമക്കളായിക്കോട്ടെ, ആൺമക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് ആ വീട് വൃത്തിയായിട്ട് കൊണ്ടുപോകാനായിട്ടും. അതുപോലെ വീട്ടിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയുള്ളൂ. ഇല്ലെങ്കിൽ നെഗറ്റീവാണ്. കാരണം എന്താ അറിയോ, ഇതിങ്ങനെ വരുന്ന വഴിക്ക് ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാം അങ്ങനെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ജോലിക്കാരാണ്, മക്കളും ജോലിക്കാരാണ്, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ നല്ല ഒരു എന്താ പറയുക, നീറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിലും ഒക്കെ നമ്മൾ നേരെയായി ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും തന്നെ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ പറയും, അയ്യോ ആ കുട്ടികൾ ആരെങ്കിലും വന്ന് അങ്ങനെ കാണുമ്പോൾ മോശമല്ലേ, നിൻ്റെ റൂം ഇങ്ങനെയല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കിയോക്കൂ ഇന്നത്തെ മക്കളോട്. അവരെ വീട്ടിൽ ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാ പറയാ. അപ്പം നമ്മൾ നല്ലത് മറ്റുള്ളവരെ കണ്ടുപിടിക്കുക, ചീത്ത അല്ല പഠിക്കേണ്ടത്, നല്ലത് മറ്റുള്ളവരെ കണ്ടുപിടിക്കുക. ചീത്ത മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ വേണ്ടാന്ന് വെക്കുക. നമ്മുടെ പടിക്ക് പുറത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറിയാൽ മതി അല്ലേ? പിന്നെ പുറത്ത് പോകുമ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടുക. ഒരു വീട്ടിൽ നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, സന്ധ്യയ്ക്ക് ഗേറ്റ് പൂട്ടും. അപ്പം അത് അമ്മയ്ക്ക് മാത്രമാണ് ആവശ്യം, അമ്മയ്ക്ക് മാത്രമല്ല ആവശ്യം, അത് വീട്ടിലും എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ അതെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, അമ്മയ്ക്കല്ല. പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു വീട്ടിലെ അമ്മയ്ക്ക് മാത്രമാണ് കാണാനുള്ളൂ, ബാക്കി ആർക്കും അങ്ങനെ കാണാനില്ല. അമ്മയ്ക്കാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും. ഗേറ്റ് പൂട്ടൽ, ഉമ്മർത്ത വാതിലടക്കൽ, അതുപോലെ തന്നെ വീട്ടിൽ പച്ചക്കറികളോ സാധനങ്ങളോ എന്തെങ്കിലും കുറവ് വരിക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക, ഇതൊക്കെ അമ്മയ്ക്കാണ് ആവശ്യമുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അമ്മ അതെല്ലാം ഉണ്ടാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി, എവിടെയെങ്കിലും കടന്നാൽ മതി വെച്ചിട്ടാവും. അമ്മയ്ക്ക് ഇതൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൂടി ചിന്തിച്ചാൽ തന്നെയാണ് നടക്കുള്ളൂ. ഇന്ന് വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എത്രമാത്രം ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനപ്പോൾ അത് ഇന്ന് നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവെച്ചു. കാരണം വൃത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും പറയും വീട്ടമ്മയ്ക്ക് വേണം, വീട്ടമ്മയ്ക്ക് വേണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ആ വീട്ടമ്മ മാത്രം വിചാരിച്ചത് കൊണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.